പള്ളിക്കകം കളർ ഗ്ലാസ്സിലൂടെ സ്വർണ്ണ വെളിച്ചം അൾത്താരയിൽ വീണ് കിടക്കുന്നു. മുല്ലപ്പൂവിൻ്റെയും മെഴുകുതിരിയുടെയും മണം. പൈപ്പ് ഓർഗണിൽ ഹിയർ കംസ് ദി ബ്രൈഡ് പതിഞ്ഞു തുടങ്ങുന്നു. ആളുകളെല്ലാം എണീറ്റ് നിൽക്കുന്നു. അൾത്താരയ്ക്ക് മുന്നിൽ ജെറി. കറുത്ത സ്യൂട്ട്, പക്ഷേ കൈ ചെറുതായി വിറയ്ക്കുന്നുണ്ട്. അവൻ വാതിലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. തൻ്റെ നെഞ്ചിടിപ്പ് അവന് തന്നെ കേൾക്കാം. പള്ളിവാതിൽ തുറക്കുന്നു. അകത്തേക്ക് ആദ്യം കടന്നു വന്നത് മരിയയും ലിഡിയയും. വെള്ള ഫ്രോക്ക്, തലയിൽ റോസ് കിരീടം. രണ്ടാളും ചിരിച്ചുകൊണ്ട് കൊട്ടയിൽ നിന്ന് മുല്ലപ്പൂ വാരി വിതറുന്നു. സോഫി. വെളുത്ത ശീലയിൽ, മുഖം നേർത്ത മൂടുപടത്തിനുള്ളിൽ. പക്ഷേ കണ്ണിലെ തിളക്കം മറയ്ക്കാൻ പറ്റില്ല. അവളുടെ ഒരു കൈ ജോസഫിൻ്റെ കയ്യിൽ. ജോസഫിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചുണ്ടിൽ ഒരഭിമാനത്തിൻ്റെ ചിരി. സോഫിയുടെ മറുകൈ വിറയ്ക്കുന്നുണ്ട്. എടാ യു.കെ. തെണ്ടി, ദോ നിന്റെ പെണ്ണ്. ഇഷാൻ ഞോണ്ടി പതിയെ പറഞ്ഞതും അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു. ബെഞ്ചിൻ്റെ അറ്റത്ത് ലീന സിൽക്ക് സാരിയുടെ തുമ്പുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നു. അടുത്തിരിക്കുന്നവർ ലീനയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്. ജെറിയുടെ നോട്ടം സോഫിയിലുടക്കി. തൻ്റെ പ്രണയം, ആദ്യ കാഴ്ച, എല്ലാം ഒരു സെക്കൻഡിൽ അവൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സോഫി അൾത്താരയിലെത്തി. ജോസഫ് സോഫിയുടെ കൈ പതിയെ എടുത്ത് ജെറിയുടെ കയ്യിൽ വയ്ക്കുന്നു. ജോസഫ് ജെറിയുടെ ചെവിയിൽ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, അച്ചൂട്ടാ, എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കോണേ. ജെറി ഒന്നും മിണ്ടുന്നില്ല. അവൻ ജോസഫിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. കണ്ണുകൊണ്ട് ഞാനുണ്ട് എന്ന് വാക്ക് കൊടുക്കും പോലെ. ജോസഫ് തലയാട്ടി പിന്നിലേക്ക് മാറി നിന്നു. ജാൻവി സോഫിയുടെ അരികെ വന്ന് അവളുടെ തലയിലെ നെറ്റൊക്കെ ശരിക്കും പിടിച്ചിടുന്നു. റാഹേലും റീത്തയും അവർക്കരികെ തന്നെ നിലയുറപ്പിച്ചു. ജോർജും ജേക്കബും ആളുകളോട് സംസാരിച്ച് നിൽക്കുകയാണ്. എവിടെയും സന്തോഷം. വികാരി അച്ഛൻ അൾത്താരയിലേക്ക് കടന്നു വന്നു. പ്രാർത്ഥന ചൊല്ലി ചിരിയോടെ അവരുടെ മുന്നിൽ വന്നു നിന്നു. വികാരി, ജെറി, സോഫിയെ നിന്റെ പത്നിയായി സ്വീകരിക്കുന്നുവോ? ജെറി സോഫിയുടെ കണ്ണിലേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ, സ്വീകരിക്കുന്നു അച്ഛാ. പിന്നെ അവളോടായി, സോഫി, ജെറിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സോഫി ചെറു ചിരിയോടെ സ്വീകരിക്കുന്നു. വികാരി മിന്നെടുത്ത് ജെറിയുടെ കയ്യിൽ കൊടുക്കുന്നു. പള്ളി മുഴുവൻ പിൻ ഡ്രോപ്പ് സൈലൻസ്. കളർ ഗ്ലാസ്സിലെ വെളിച്ചം സോഫിയുടെ മുഖത്തിൽ വീണ് അവളെ ഒരു മാലാഖയെ പോലെ തോന്നിക്കുന്നു. അവനത് മിഴിച്ചു നോക്കി നിന്നുപോയി. ഡാ കോപ്പേ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് താലി വാങ്ങിക്കെട്ടടാ. നോട്ടമൊക്കെ വീട്ടിൽ ചെന്നിട്ടാകാം. ഇനിയല്ലേ ഇഷ്ടം പോലെ സമയം കിടക്കുന്നത്. ചുണ്ട് മറച്ചു പിടിച്ച് ഇഷാൻ പറയുമ്പോൾ ജെറി ചമ്മലോടെ ചിരിച്ചു. ജെറി വിറയ്ക്കുന്ന കൈയോടെ മിന്നു വാങ്ങി അവളെ ഒന്ന് നോക്കി. ആ കണ്ണുകൾ തമ്മിലുടക്കി. അവൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോൾ പതിയെ അവളോട് കാതിലായി പറഞ്ഞു, സോഫി, എൻ്റെ ലോകം നീയാണ്. മിന്ന് കഴുത്തിൽ വീണതും പള്ളിമണി മുഴങ്ങി. ലീനാമ്പച്ചി പൊട്ടിക്കരഞ്ഞുപോയി. ഒരു നിമിഷം തൻ്റെ എടുത്തുചാട്ടത്തെ അവർ ശപിച്ചു. അവൻ്റെ കയ്യിലായിരുന്നു തൻ്റെ കുഞ്ഞെങ്കിൽ. ഇപ്പോൾ അവർക്ക് സന്തോഷമാണ്. മരിയയും ലിഡിയയും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ എല്ലാം നോക്കി നിൽക്കുന്നു. ജോസഫ് കണ്ണടച്ച് കുരിശു വരച്ചു. വികാരി, യു മേ നോ കിസ് ദി ബ്രൈഡ്. ജെറി പതിയെ സോഫിയുടെ മൂടുപടം പൊക്കി. അവൻ പ്രണയത്തോടെ അവളുടെ കണ്ണുകളിൽ നോക്കി. അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. ഹാളിൽ നിറഞ്ഞ കയ്യടി. ക്യാമറ ഫ്ലാഷുകൾ മിന്നുന്നു. വിവാഹം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ആളുകൾ പിരിഞ്ഞു. ഇഷാനും ജെറിയും ജാൻവിയും സോഫിയും ജോർജും ഒന്നിച്ചാണ് ഭക്ഷണം കഴിച്ചത്. യാത്ര പറയാൻ വന്ന ജോസഫും ലീനാമയും പിള്ളേരും സോഫിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്തിനാ ഇപ്പം ഇങ്ങനെ വിഷമിക്കുന്നേ? അത്
അതങ്ങനെയാണല്ലോ ഇച്ചായ. ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയും നിന്നാ ശരിയാകില്ല. നിങ്ങൾ എങ്ങോട്ട് പോകുന്ന കാര്യമായി പറയുന്നേ? നാട്ടിലേക്ക്, ജോസഫ് അമ്പരപ്പോടെ പറഞ്ഞു. ജോർജ് അയാളുടെ തോളിൽ കൈയിട്ടു. ജോസു, നിങ്ങൾ ഇനി ആ നാട്ടിലേക്ക് പോകണ്ട. ഇത്രയും നാളും ഞാൻ നിന്നെ മറന്നുപോയി, അത് നേരാ. പക്ഷേ ഇനി നിന്നെ അങ്ങനെ തള്ളിക്കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളിനി എൻ്റെ കൺവെട്ടത്ത് തന്നെ വേണം. അതിന് ഞാനൊരു തീരുമാനം എടുത്തു. അതിനെതിരെ പറയരുത്. ജോസഫും മറ്റുള്ളവരും ജോർജിനെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്, അയാൾ എന്ത് തീരുമാനമാണ് എടുത്തത് എന്നറിയാൻ. ജോസു, എൻ്റെ ഗസ്റ്റ് ഹൗസും ചുറ്റുമുള്ള 2 ഏക്കർ പറമ്പും ഞാൻ നിന്റെ പേരിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അവിടെ കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ അവിടെയുണ്ട്. ഇച്ചായ, അയാൾ ജോർജിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വല്യപ്പച്ച. സോഫി ഓടി വന്ന് അയാളുടെ കാലിൽ വീണു. അയ്യോ മോളെ, നീ എന്തായി കാണിക്കുന്നേ? അയാൾ അവളെ പിടിച്ചുയർത്തി. വല്യപ്പച്ച, എന്നോട് അല്ല, ഞങ്ങളോട് ഇത്രയും. നീയും എൻ്റെ മോളല്ലേ, പിന്നെ ഈ തീരുമാനം ഞാൻ ഒറ്റയ്ക്കല്ല എടുത്തത്. എല്ലാവരും അയാളെ നോക്കി. അയാൾ ചിരിച്ചു. ആ സ്ഥലവും ഗസ്റ്റ് ഹൗസും എൻ്റെ പുണ്യാളൻ്റെ ആയിരുന്നു. അവന് ഞാൻ കൊടുത്ത വിവാഹ സമ്മാനം. പക്ഷെ അവനാ പറഞ്ഞത് അത് അവന് വേണ്ട, സോഫിയുടെ അനിയത്തിമാർക്ക് കൊടുക്കാമെന്ന്. ഞാനും അപ്പോഴത് ആലോചിച്ചത്. പിന്നൊട്ടും വൈകിയില്ല, വേണ്ടത് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം പർച്ചേസ് ചെയ്തത് ജാനിമോളും പുണ്യാളനും കൂടിയാ. സോഫി നിറഞ്ഞ മിഴികളോടെ അവരെ നോക്കി. അവൾ കൈകൂപ്പി. ഛേ, എന്താടി ഇത്? ഈശാൻ ആ കൈ തട്ടിക്കളഞ്ഞു. പിന്നെ അവളെ നെഞ്ചോട് ചേർത്ത് തലയിൽ തഴുകി. അത് കണ്ട് ജെറിയും ജാൻവിയും പരസ്പരം നോക്കി ചിരിച്ചു. അവനിൽ നിന്നും അടർന്ന സോഫി ജാൻവിയെ കെട്ടിപ്പിടിച്ചു. ജാൻവി അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തു. സന്തോഷമായിരിക്കടാ, നിനക്ക് നല്ലതേ വരൂ. ജാൻവി അവളുടെ കവിളിൽ തട്ടി. വൈകുന്നേരം റിസപ്ഷൻ ഹാൾ. ഇഷാനാണ് ഇന്നത്തെ ആങ്കറി. അവൻ ആദ്യം തന്നെ ജെറിയെയും സോഫിയെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. പിന്നെ കേക്ക് കട്ടിങ്. ജെറിയും സോഫിയും ഒരുമിച്ച് കത്തിപ്പിടിച്ച് കേക്ക് മുറിക്കുന്നു. ജോസഫും ലീനയും കണ്ണ് നിറഞ്ഞ് കൈയടിക്കുന്നു. അവർ പരസ്പരം കേക്ക് കൊടുത്തു കഴിച്ചു. അവരുടെ തിളക്കം എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അടുത്തതായിരുന്നു ഈശാൻ കൊടുത്ത പണി. ജെറിയും സോഫിയും ഡാൻസ് കളിക്കണം. ജെറി അവരെ മിഴിച്ചു നോക്കി. അവൾ തലയൊന്ന് ചെരിച്ചു. നമുക്ക് നോക്കാൻ ജെറിച്ചായ. ഫസ്റ്റ് ഡാൻസ്. സ്പോട്ട്ലൈറ്റിൽ ജെറിയും സോഫിയും ചേർന്ന് നിൽക്കുന്ന സ്ലോ ഡാൻസ്. ബാക്കി എല്ലാവരും ചുറ്റും നിന്ന് നോക്കി ചിരിക്കുന്നു. പ്യുവർ റൊമാൻസ് ഫീൽ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഫാമിലി ഫോട്ടോ എടുക്കാൻ തീരുമാനമായി. എല്ലാവരും ഒരുമിച്ച്. ജെറി, സോഫി, ജോസഫ്, ലീന, മരിയ, ലിഡിയ, ഇഷാൻ, ജാൻവി, ജേക്കബ്, റാഹേൽ, ജോർജ്, റീത്ത. പെർഫെക്റ്റ് ഫാമിലി പോസ്. ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് മിന്നുന്നു. എല്ലാവരും തിരിച്ച് തറവാട്ടിലേക്ക് തിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ഇഷാൻ അവർക്ക് നേരെ ഒരു പൊതി നീട്ടി. എന്താടാ ശ്യാമു? ഇത് നിങ്ങൾക്കുള്ള എൻ്റെ ഗിഫ്റ്റ്. രണ്ടും ഇന്നത്തെ നൈറ്റ് ഫ്ലൈറ്റിന് UK വിട്ടോ. അവിടാണ് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. എല്ലാവരും ഞെട്ടിപ്പോയി. അയ്യോ ശ്യാമു, ഞാൻ. എടാ UK തെണ്ടി, ഇത് നിന്റെ റൂമിലേക്കല്ല. ഇത് ഫുൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ എത്തുമ്പോൾ മുതൽ ഓരോന്നായി നിങ്ങളുടെ മുന്നിൽ താനെ എത്തിക്കോളും. നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. പിന്നെ വേണ്ടതെല്ലാം പെട്ടിയിലാക്കി ദേ ഡിക്കിയിൽ കയറ്റിയിട്ടുണ്ട്. വിട്ടോ. ഹണിമൂൺ അടിച്ചു പൊളിച്ച് വന്നാൽ മതി. വല്യപ്പച്ച, ലേറ്റാകുന്നു. ഞാനിവരെ എയർപോർട്ടിൽ വിട്ടിട്ട് വന്നേക്കാം. നിങ്ങൾ തറവാട്ടിലേക്ക് പൊയ്ക്കോ. ശരിയടാ, നിങ്ങൾ പോയിട്ട് വാ. സർപ്രൈസായി നിന്ന സോഫിയെ പിള്ളേരെ രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. ഇഷാൻ അവരുമായി എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ ആദ്യ യാത്ര ലേക്ക് ഡിസ്ട്രിക്ട് UK. വിൻ്റർ ഈവനിങ് 6 PM.
ഒരു മഞ്ഞു മൂടിയ തടാകക്കര, പഴയ ഒരു വുഡൻ കോട്ടേജ്. ജനലിലൂടെ ഫയർ പ്ലേസിൻ്റെ വെളിച്ചം പുറത്ത് ചെറുതായി സ്നോ വീഴുന്നു. കോട്ടേജിനകത്ത് ഫയർ പ്ലേസിൻ്റെ മുന്നിൽ കമ്പിളി പുതച്ച് ജെറിയും സോഫിയും. സോഫിയുടെ തല ജെറിയുടെ നെഞ്ചിൽ. രണ്ടാളുടെയും കയ്യിൽ ചൂട് ഹോട്ട് ചോക്ലേറ്റ്. ജനാലയിലൂടെ പുറത്തെ സ്നോ കാണാം. സോഫി, പതിഞ്ഞ സ്വരത്തിൽ ജെറി വിളിച്ചു. പുറത്തേക്ക് നോക്കിയിരുന്ന അവൾ, ജെറിച്ചായ, ഇത് സ്വപ്നമാണോ? ജെറി സോഫിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ചിരിച്ചുകൊണ്ട്, സ്വപ്നമല്ല സോഫി, ഇത് നമ്മുടെ ജീവിതമാണ്. ജെറി ഹോട്ട് ചോക്ലേറ്റ് ടേബിളിലേക്ക് വച്ചു. സോഫിയുടെ 2 കൈയും അവൻ കൂട്ടിപ്പിടിച്ചു. തണുത്തു മരവിച്ച അവളുടെ കൈകൾ അവൻ തൻ്റെ കൈക്കുള്ളിൽ വെച്ച് ചൂടാക്കി. നിന്റെ കൈ ഇപ്പോഴും ഐസ് പോലെയാണല്ലോ കുഞ്ഞാ. കേരളത്തിലെ ചൂട് മതിയായിരുന്നോ? സോഫി ജെറിയുടെ കണ്ണിലേക്ക് നോക്കി കുറുമ്പോടെ പറഞ്ഞു. ഇല്ല, ജെറിച്ചായൻ്റെ കൂടെയാണെങ്കിൽ ഈ ഐസ് പോലും ചൂടാവും. എന്നാ ഞാൻ ചൂട് പകർന്നു തരട്ടെ? അവൻ്റെ സ്വരത്തിലെ മാറ്റം അവൾ തിരിച്ചറിഞ്ഞു. അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി. അവൻ ചിരിച്ചു. പുറത്ത് സ്നോ കൂടുന്നു. ജെറി അവളെയും ചേർത്ത് പിടിച്ചെണീറ്റ് ജനൽ പതിയെ തുറന്നു. തണുത്ത കാറ്റും സ്നോയും അകത്തേക്ക്. സോഫി കമ്പിളി ഒന്നുകൂടി ചുറ്റി. അവൻ ആ കമ്പിളി പിടിച്ചു വാങ്ങി രണ്ടാളെയും ചേർത്ത് പുതച്ചു. സോഫി. ജെറി സോഫിയുടെ അരയിൽ കൈ ചുറ്റി. സോഫിയുടെ കൈ ജെറിയുടെ തോളിൽ. അവർ കണ്ണിൽ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകളിൽ പുതിയ ഭാവം. അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ വിരൽ കൊണ്ട് തലോടി. പുറത്ത് സ്നോ വീഴുന്നത് കൂടുന്നു. ഫയർ പ്ലേസിൽ തീയാളിക്കത്തുന്നു. ജെറിയും സോഫിയും അങ്ങനെ ചേർന്ന് നിന്നു. അവൻ്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. അവളുടെ ശ്വാസഗതി ഏറി തുടങ്ങി. അവൻ്റെയും അവളുടെയും മനസ്സും ശരീരവും ഒന്നാകാൻ കൊതിച്ച നിമിഷം. ജെറിയുടെ ചുണ്ടുകൾ അവളിൽ അലഞ്ഞു തുടങ്ങി. പുറത്തെ തണുപ്പിൽ നിന്നും ചൂടിലേക്ക് പോകാൻ അവരിരുവരും കൊതിച്ചു. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ തൊണ്ടക്കുഴിയിൽ അമർന്നു. അവളിൽ നിന്നും ഒരു മൂളലുയർന്നു. അവൻ്റെ ചുണ്ടുകൾ താഴേക്കിറങ്ങി. ആ തണുപ്പിൽ അവൻ്റെ മനസ്സ് പൂർണ്ണമായും അവളിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിച്ചു. അവന് പലതും തടസ്സമായി തോന്നി. അവൻ അവളെ നിവർന്നു നോക്കി. ഞാൻ സ്വന്തമാക്കിക്കോട്ടെ? അവൾ പിടച്ച മിഴികളോട് അവനെ നോക്കി. അവൻ അവളെ കൈകളിൽ കോരി അകത്തേക്ക് നടന്നു. ഇളം പിങ്ക് നിറത്തിൽ അലങ്കരിച്ച ബെഡിലേക്ക് അവളെ കിടത്തി. അവൻ അവളുടെ സൈഡിലായി കിടന്നു. അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ നാണം അവൻ ആസ്വദിച്ചു. മെല്ലെ അവൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അവൾ കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചേർന്നു. കുഞ്ഞാ, എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ കിട്ടുന്നില്ല. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ തലപൊക്കുന്നു. അവൾ തലയുയർത്തി അവൻ്റെ ചുണ്ടിൽ അമർത്തിമുത്തി. അവൻ അതുതന്നെ ധാരാളം. അവളുമായി ഒന്ന് മറിഞ്ഞുകൊണ്ട് അവൻ ഉയർന്നു നോക്കി. പിന്നെ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ കൈകൾ ബെഡിൽ മുറുകി. അവൻ അവളിൽ ഉമ്മകൾ തീർത്തലഞ്ഞു തുടങ്ങി. അവന് തടസ്സമായവ വായുവിലുയർന്നു നിലത്തേക്ക് വീണു. അവൻ്റെ പ്രണയം അവളെ തളർത്തി തുടങ്ങി. അവളുടെ മുളലുകൾ, കുറുകലുകൾ ഉയർന്നു കേട്ടു. അതിലവൻ ആവേശം കൊണ്ടു. അവൻ്റെ പ്രണയം വന്യമായി തീർന്നു. ചുണ്ടുകൾ മാർദ്ദവത്തെ തഴുകിയിറങ്ങി. അവൻ്റെ പല്ലുകൾ പ്രണയമുദ്ര പതിപ്പിച്ചു നീങ്ങി. വേദന ചെരിവ് വലിക്കുമ്പോൾ നാവ് ആശ്വാസമായി എത്തി. അവളുടെ വേദന അടങ്ങി. മുട്ടിൽ കളം വരയ്ക്കുമ്പോൾ അവളുടെ കൈ ബെഡിൽ മുറുകി. അവൾ ഉയർന്നു പൊങ്ങി. ആ നിമിഷം അവനത് മൊത്തമായും വിഴുങ്ങിക്കളഞ്ഞു. അവൾ പിടച്ചുപോയി. അവൻ്റെ മുഖം താഴേക്ക് പോയി. ചുഴിയെ കളം വരച്ചു തുടങ്ങിയ അവൻ അവിടം പല്ലുകൾ ആഴ്ത്തി. അവൻ്റെ പ്രണയമുദ്ര ചാർത്തി. പ്രണയിച്ചു മതി വരാതെ അവൻ വീണ്ടും താഴേക്ക്. അവളിൽ ഉൾക്കിടിലം. അവൾ വിറച്ചു തുടങ്ങി. വേണ്ട. കാറ്റുപോലെ ഒരു മന്ത്രണം. പക്ഷെ അതൊന്നും അവൻ്റെ കാതിൽ പതിഞ്ഞില്ല. അവൻ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. മുഖം അലഞ്ഞു തുടങ്ങിയതും അവൾ തളർന്നുപോയി. പക്ഷെ അവൻ്റെ അടുത്ത പ്രവൃത്തി അവളെ ഞെട്ടിച്ചു കളഞ്ഞു. വിറച്ചുപോയവൾ. ആ കൊടും തണുപ്പിലും അവൾ വിയർത്തുപോയി. അത്രമേൽ ചൂടായിരുന്നു
അവൻ്റെ പ്രണയത്തിന്. ജെറിച്ചായ, കുറുകലോടെ അവളുടെ ശബ്ദം കാതിൽ പതിച്ചതും അവൻ്റെ ചുണ്ടുകൾ പൊതിഞ്ഞതും ഒരുപോലെയായിരുന്നു. അവളുടെ കണ്ണുകൾ മേലേക്ക് മറിഞ്ഞുപോയി. നിമിഷങ്ങൾ നീണ്ടുനിന്ന പ്രണയത്തിൽ അവൾ സ്വയം മറന്നു. അവളിൽ നിന്നും അറിയാതെ ശബ്ദങ്ങൾ പുറത്തു വന്നു. യുകെയുടെ തണുപ്പിൽ അവൻ്റെ പ്രണയം സ്വന്തമാക്കി. രാവിലെ ആദ്യം ഉണർന്നത് ജെറിയാണ്. അവൻ തൻ്റെ കയ്യിൽ തലവെച്ച് നെഞ്ചിൽ മുഖമമർത്തി കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന തൻ്റെ പ്രണയത്തെ നോക്കി. അവൻ്റെ മനസ്സിൽ തലേന്നത്തെ സംഭവങ്ങൾ മിന്നിമാഞ്ഞു. അതവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു. താൻ ഒരുപാട് മാറിയിരിക്കുന്നു അവൻ സ്വയം ചിന്തിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തോടി നടന്നു. അവളുടെ പാതി മുഖത്തെ മറച്ച് അഴിഞ്ഞുലഞ്ഞ മുടിയിഴ അവൻ ഒതുക്കി വെച്ചു. കഴുത്തിലെ തൻ്റെ പ്രണയത്തിൻ്റെ ബാക്കി പത്രം ചുമന്ന് കിടക്കുന്നത് കണ്ടതും അവന് വല്ലാതെ തോന്നി. താൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ? അവന് വല്ലാത്ത വിഷമം തോന്നി. അതവളെ സ്വന്തമാക്കിയതിലല്ല, അവളെ താൻ വേദനിപ്പിച്ചു എന്ന ഓർമ്മയിൽ. അവളുടെ നെറ്റിയിൽ മെല്ലെ മുത്തിക്കൊണ്ട് അവനവളെ ഉണർത്താതെ എണീറ്റു മാറി. സ്നോ വീണ് മൂടിയ ജനൽ, ഫയർപ്ലേസ് അണഞ്ഞിരിക്കുന്നു. അവൻ നേരെ ബാത്റൂമിൽ കയറി ഫ്രഷായി കിച്ചണിൽ കയറി കോഫിയിട്ട് 2 കപ്പിലായി പകർന്നെടുത്തു. ശേഷം റൂമിലേക്ക് നടന്നു. കമ്പിളിക്കുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സോഫിയുടെ നെറ്റിയിൽ ജെറി പതിയെ ഒരു ഉമ്മ കൊടുത്തു. അതറിഞ്ഞതുപോലെ അവൾ ഞരങ്ങി. അവൻ അവളെ നോക്കി നിന്നു. അവൾ മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നു. മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന അവനെ കണ്ടതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റ് കൈകൾ ഉയർത്തി ഞൊട്ടവിട്ടു. ജെറിയുടെ കിളികൾ മുഴുവൻ കൂടും കുടുക്കയും വിട്ട് പറന്നകന്നു. അവൻ്റെ മിഴിച്ചുള്ള നിൽപ്പ് കണ്ട അവൾക്ക് പെട്ടെന്ന് ബോധം വീണു. അയ്യോ! അവൾ ബെഡിലേക്ക് വീണ് കമ്പിളി തലവഴി മൂടി. അവളുടെ പ്രവൃത്തി അവനിൽ ചിരിയുണർത്തി. അവൻ ബെഡിലേക്കിരുന്ന് അവളെ മെല്ലെ ഞോണ്ടി. ഹലോ മൈ ഡിയർ വൈഫ്, വന്നേ, ആ സുന്ദരമായ കണിക്കൊരു സമ്മാനം തരട്ടെ. അയ്യേ, പോ ജെറിച്ചായ. ഉള്ളിൽ നിന്നും അവളുടെ ശബ്ദം. അയ്യേ ഒന്നുമല്ല, എനിക്കിഷ്ടായി. പ്രതീക്ഷിക്കാതെ കിട്ടിയ കണിയല്ലേ. ഈ ജെറിച്ചായൻ വല്ലാണ്ട് വഷളായി പോയല്ലോ കർത്താവേ. പൂച്ചയെപ്പോലിരുന്ന് എൻ്റെ ജെറിച്ചായൻ തന്നെയാണോ ഇത്? അവൾ സംശയത്തോടെ മുഖത്തൂന്നൽപ്പം കമ്പിളി നീക്കി അവനെ ഒളിഞ്ഞു നോക്കി. എന്താണ് ഒരു ഒളിഞ്ഞു നോട്ടം? അവളെ തന്നെ നോക്കിയിരുന്ന് അവൻ ചോദിച്ചു. അവൾ പെട്ടെന്ന് കമ്പിളി മൂടാൻ തുടങ്ങി. അവൻ അതിൽ പിടിച്ചു. അതേ, എണീറ്റേ, ദേ കോഫി തണുത്തു പോകും. അയ്യോ, ജെറിച്ചായൻ കോഫി ഇട്ടോ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. പിന്നെ ദേ, നമുക്കൊന്നിച്ചു കുടിക്കാം. അവൾ മെല്ലെ കമ്പിളി പൊതിഞ്ഞു പിടിച്ചെണീറ്റിരുന്നു. അവൻ ചിരിയോടെ ചൂട് കോഫി കപ്പ് നീട്ടി. അവൾ അത് വാങ്ങി. ഷോ, എന്തൊക്കെയായിരുന്നു പ്ലാൻ, ഒന്നും നടന്നില്ല. അവൾ കുണ്ഠിതപ്പെട്ടു. ഗുഡ് മോർണിംഗ് കുഞ്ഞാ, നമ്മുടെ ആദ്യത്തെ UK മോർണിംഗ് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഗ്ലാസ്സിൽ മുട്ടിച്ചു. സോഫി ചിരിച്ചുകൊണ്ട് ജെറിയുടെ നെഞ്ചിൽ ചാഞ്ഞു. ഒരാഴ്ച അവിടെ അടിച്ചു പൊളിച്ച് ഹണിമൂൺ ആഘോഷിച്ച് അവർ നാട്ടിലേക്ക് തിരിച്ചു. ഹിച്ചായ, ബാത്റൂമിൽ നിന്ന് ജാൻവിയുടെ വിറയ്ക്കുന്ന ശബ്ദം കേട്ടു. ഇച്ചാ, ഒന്ന് വന്നേ പെട്ടെന്ന്. ഈഷാൻ ഹെഡ്ഫോൺ ഊരി എറിഞ്ഞോടി. ജാൻവിയുടെ കയ്യിൽ ഒരു പ്രഗ്നൻസി കിറ്റ്. അതിൽ തെളിഞ്ഞു കിടക്കുന്നു 2 പിങ്ക് വരകൾ. ഒരു നിമിഷം അവന് ചുറ്റും ലോകം തന്നെ നിന്നതുപോലെ. ജാൻവിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ കിറ്റിലേക്ക് വീണു. ചിരി, പിന്നെ കരച്ചിൽ. ഇഷാൻ ജാൻവിയെ വാരിയെടുത്തു. അവളെ വട്ടം കറക്കി. ഇഷാൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ, ജാനു, നമ്മൾ 3 പേരാവാൻ പോവാണോ? ശരിക്കും? ജാൻവി ഒന്നും മിണ്ടിയില്ല. ഇഷാന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൾ സന്തോഷം അടക്കി നിന്നു. അന്നാ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. എല്ലാവരും ആ ദിവസം സന്തോഷത്തോടെ ആഘോഷിച്ചു. മാസങ്ങൾ കടന്നുപോയി. റാഹേലമ്മച്ചിയുടെ ഭക്ഷണ ഏകാധിപത്യം തുടങ്ങി. ഇത് തിന്നണം, അത് തിന്നരുത്. 2 അമ്മമാരുടെ സ്നേഹത്തിനിടയിൽ ജാൻവി ഒരു റാണിയെപ്പോലെ. ഇഷാൻ അവളുടെ വീർത്ത വയറ്റിൽ കൈവച്ച് കഥകൾ പറയും. അവിടം മെല്ലെ ഉമ്മകൾ കൊടുക്കും. ഇഷാൻ, മോളെ, പപ്പയാടാ കേട്ടോ, നീ മമ്മിയെ അധികം ബുദ്ധിമുട്ടിക്കരുത്. നിന്റെ മമ്മി ഒരു പാവമാട്ടോ. അവൻ അവളുടെ വീർത്ത വയറിൽ ചുണ്ടുകൾ അമർത്തി പറയും. ജാൻവി ചിരിച്ചു. ആരാ പാവം, ഞാനോ? അവൻ്റെ പ്രണയത്തിലും പരിചരണത്തിലും അവൾ സന്തുഷ്ടയാണ്. അങ്ങനെയിരിക്കെ
9-ാം മാസം ഒരു പാതിരാത്രി 2 മണി. ജാൻവി ഇഷാനെ വെപ്രാളത്തോടെ തട്ടി വിളിച്ചു. ഹിച്ചാ, വേദനിക്കുന്നു. അവൾ കരഞ്ഞുപോയി. ഇഷാൻ ചാടി എഴുന്നേറ്റു. കൈകൾ വിറച്ച് കാർക്കിയെടുത്തു. ജേക്കബും റാഹേലും റീത്തയും ഓടി വന്നു. ജോർജ് അവൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി പുറത്തേക്ക് കുതിച്ചു. ജെറിയും സോഫിയും ഹോസ്പിറ്റലിലേക്ക് വേണ്ടതൊക്കെ എടുത്തു. ഹോസ്പിറ്റൽ 3:15 AM. ലേബർ റൂമിൻ്റെ പുറത്ത് ഇഷാൻ്റെ മുഖത്ത് വെപ്രാളം. ഓരോ മിനിറ്റും ഒരു യുഗം പോലെ തോന്നിയവന്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചുമരിൽ ചാരി നിന്നു. തറയിലിരുന്നു. എഴുന്നേറ്റു. അവനാകെ പരവേശം. ജേക്കബ് അവൻ്റെ തോളിൽ കൈവച്ചു. പപ്പ. അവൻ്റെ മുഖം ദയനീയമായി. മോനെ, ധൈര്യമായിരിക്കെ. നീ ജനിച്ചെന്ന് ഞാനും ഇങ്ങനെ നിന്നിട്ടുണ്ട്. നിന്റെ അമ്മ 12 മണിക്കൂർ വേദന എടുത്തിട്ടാ നിന്നെ എൻ്റെ കയ്യിൽ തന്നത്. ഇപ്പം അത്രയ്ക്ക് ടെൻഷൻ വേണ്ടല്ലോ. ഡോക്ടർമാരെല്ലാം നോക്കിക്കോളും. ജോർജ് മനസ്സിൽ പ്രാർത്ഥന ചൊല്ലിയിരിക്കുകയാണ്. റാഹേലും റീത്തയും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കും ടെൻഷനാണ്. 6:45 AM. ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നു. ഒരു നഴ്സ് പുഞ്ചിരിയോടെ പുറത്തേക്ക് വന്നു. ഇഷാൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നു. നഴ്സ്: ഇഷാൻ, കൺഗ്രാജുലേഷൻസ്. പെൺകുഞ്ഞ് 2.9 kg. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ടെൻഷൻ വേണ്ട കേട്ടോ. ഇഷാൻ്റെ കാലുകൾ കുഴഞ്ഞു. അവൻ തറയിൽ മുട്ടുകുത്തിയിരുന്നു പോയി. പൊട്ടിക്കരഞ്ഞു. 9 മാസത്തെ ടെൻഷൻ, പേടി, പ്രാർത്ഥന എല്ലാം ആ ഒറ്റൊരു വാചകത്തിൽ തീർന്നു. ജേക്കബ് മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. NICUവിലെ ഗ്ലാസിന് പിന്നിൽ ഒരു ചെറിയ തൊട്ടിൽ. അതിൽ കിടക്കുന്നു അവൾ. ചുവന്ന് തുടുത്ത കവിളുകൾ, ചെറിയ മുഷ്ടി, ജാൻവിയുടെ മൂക്കും ഇഷാൻ്റെ ചുണ്ടും. കുഞ്ഞു മാലാഖ. ഇഷാൻ ഗ്ലാസിൽ കൈവച്ചു. കണ്ണീർ ഗ്ലാസിൽ വീണു. ഇഷാൻ പതിഞ്ഞ സ്വരത്തിൽ, മോളെ, ഞാനാ പപ്പ. നീ വന്നല്ലോ. പപ്പയ്ക്ക് ഒരുപാട് സന്തോഷമായടാ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അകത്ത് ബെഡിൽ ജാൻവി തളർന്നെങ്കിലും മുഖത്ത് സ്വർഗം കിട്ടിയ സന്തോഷം. ഇഷാൻ ഓടിച്ചെന്ന് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ജാൻവി ക്ഷീണിച്ച സ്വരത്തിൽ, കണ്ടോ ഇച്ചാ നമ്മുടെ മോളെ? കണ്ടു ജാനു. ലോകത്തിലെ ഏറ്റവും സുന്ദരി, നിന്നെ പോലെ തന്നെ. വൈകുന്നേരം മുഴുവൻ കുടുംബവും ഹോസ്പിറ്റൽ റൂമിൽ. ജോർജ് നിന്ന് കൈനീട്ടി. നഴ്സ് കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കൊടുത്തു. തലമുറയുടെ ഭാരം താങ്ങിയ കൈകൾ ഇന്നൊരു പുതിയ തലമുറയെ താങ്ങുന്നു. വല്യപ്പച്ചൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ഇഷാനി ശ്യാം ജേക്കബ്. ഇവൾ നമ്മുടെ കുടുംബത്തിന് ദൈവം തന്ന വാഗ്ദാനമാണ്. ഇവളുടെ പേര് ഇഷാനി. റൂമിൽ എല്ലാവരും കരഞ്ഞു. സന്തോഷത്തിൻ്റെ കണ്ണീർ. റാഹേൽ, എൻ്റെ കുട്ടി. അവർ ജാനിയുടെ തലയിൽ തഴുകി. എൻ്റെ ചക്കരക്കുട്ടി, അമ്മച്ചിയുടെ പൊന്നുമോൾ, റീത്ത പറഞ്ഞു. മോളെ, വല്യപ്പച്ചൻ്റെ മുത്തേ. ജേക്കബ്. 1 വർഷം കഴിഞ്ഞു. ഇഷാനിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ. വീട്ടുമുറ്റം നിറയെ ബന്ധുക്കൾ. കേക്കിൻ്റെ മുന്നിൽ ഒരു വയസ്സുകാരി. അവളെ ജെറി എടുത്തിരിക്കുകയാണ്. അരികെ തന്നെ വീർത്ത വയറും താങ്ങി സോഫി. കുഞ്ഞിൻ്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞ ചിരി. ഇഷാൻ ജാൻവിയെ ചേർത്ത് പിടിച്ചു. ജോർജ് അല്പദൂരം നിന്ന് ഇതെല്ലാം നോക്കിക്കണ്ട് ആത്മസംതൃപ്തിയോടെ ചിരിക്കുന്നു. ഇഷാനി എന്ന ഇച്ചുമോൾ പ എന്ന് വിളിച്ച് ഇഷാൻ്റെ നേരെ കൈനീട്ടി. ഇഷാൻ അവളെ വാരിയെടുത്തു. ജാൻവിയും ചേർന്ന് നിന്ന് കുഞ്ഞിൻ്റെ 2 കവിളിലും അവർ ഒരുപോലെ ചുണ്ടുകൾ അമർത്തി. ആ ഫ്രെയിമിൽ ഈ ജീവിതയാത്ര അവർ വളരെ കാലം തുടരട്ടെ. അവസാനിച്ചു.